ഹലോ ഫ്രണ്ട്സ്, ഈ പുതുവർഷത്തിൽ നിരവധി അവസരങ്ങളുമായി കേരള PSC 15ലധികം ടെക്നിക്കൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുകയാണ്. BTech, ITA, ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് കിട്ടാവുന്നതിലേക്ക് മികച്ച അവസരങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റന്റ് ഡയറക്ടർ. ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 630/2023 ആണ്. ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BTech ആണ്. BTech ഏത് സ്ട്രീമിലും കംപ്ലീറ്റ് ആയവർക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 56,500 മുതൽ 1,18,100 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതുപോലെ കറൻ്റ്ലി 3 വേക്കൻസിയാണ് നിലവിലുള്ളത്. അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. അതുപോലെ റിസർവേഷൻ കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ പോസ്റ്റിലേക്കുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31/1/2024 വരെയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ ആരും വെയിറ്റ് ചെയ്യരുത്. നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് ഗസറ്റഡിൽ പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻസ് ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കമ്മിങ് ഡേയ്സിൽ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതായിരിക്കും. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31/1/2024 വരെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അടുത്ത പോസ്റ്റ്. എൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 632/2023 ആണ് എൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 60% മാർക്കോടെ BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. നമുക്ക് PSC എന്നിരിക്കുന്ന ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് നോക്കാം. BTech പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, BTech മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ BTech പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിൻ്റെ PSC എന്നിരിക്കുന്ന ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ കറൻ്റ്ലി ഇതിൻ്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഒരെണ്ണമാണ്. അതുപോലെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200 മുതൽ 1,15,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. വളരെ ഒരു ഉയർന്ന സ്കെയിൽ ഓഫ് പേ ആണ് ഈ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എന്ന് പറയുന്ന ഈ പോസ്റ്റിനുള്ളത്. അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 44 വയസ്സ് വരെ പ്രായപരിധിയുള്ള എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം. കേരള പോലീസ് സർവീസിൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് സയൻറ്റിഫിക് ഓഫീസറാണ് അടുത്ത പോസ്റ്റ്. ഞാൻ ഈ സയൻറ്റിഫിക് ഓഫീസറിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഡോക്യുമെൻറ്റ്സ് മുതലായ 4 സ്ട്രീമിലേക്കും PSC നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കെമിസ്ട്രി ഡീറ്റെയിൽസ് ആദ്യം നോക്കാം. 633/2023 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 50% മാർക്കോടുകൂടി പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. അതായത് MSc കെമിസ്ട്രി നിങ്ങൾ 50% മാർക്കോട് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 51,400 മുതൽ 1,10,300 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതുപോലെ ക്വാളിഫിക്കേഷൻ ഒരു പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അതായത് മുൻഗണനാ യോഗ്യത എന്നാണ് എൻ്റെ അർത്ഥം. അതായത് MPhil ഡിഗ്രി ഇൻ കെമിസ്ട്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുൻഗണന ലഭിക്കും. അതുപോലെ 2 ഇയർ റിസർച്ച് ഓർ അനലിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇൻ കെമിസ്ട്രി ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിലും ഈ പറയുന്ന 2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു മുൻഗണന ലഭിക്കുന്നതാണ്. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ MSc കെമിസ്ട്രി 50% മാർക്കോടെ പാസ്സായിരിക്കുക എന്നത് മാത്രമാണ്. ഓക്കെ, അതുപോലെ വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ള എല്ലാവർക്കും തന്നെ സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി എന്ന് പറയുന്ന ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി PSC എന്നിരിക്കുന്ന ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ നോക്കാം. MSc അനലിറ്റിക്കൽ കെമിസ്ട്രി, MSc അപ്ലൈഡ് കെമിസ്ട്രി, MSc ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, MSc ഹൈഡ്രോ കെമിസ്ട്രി, MPhil സയൻസ് ഇൻ കെമിസ്ട്രി, അതുപോലെ BSc MSc ഇൻ്റഗ്രേറ്റഡ് കെമിസ്ട്രി, അതായത് നമ്മൾ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യില്ലേ, അതും MSc കെമിസ്ട്രി ഇക്വലൻ്റ് ആണ്. അതുപോലെ BSMS ബാച്ചലർ ഓഫ് സയൻസ്, മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ കെമിസ്ട്രി, അതുപോലെ BSMS PhD സയൻസ് ഇൻ കെമിസ്ട്രി. ഇത്രയാണ് ഇതിൻ്റെ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് PSC തന്നിരിക്കുന്നത്. ഇനി നമുക്ക് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 636/2023 പ്രകാരമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ഇവിടെയും ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത് MSc ഫിസിക്സ് ഇൻ 50% മാർക്കോടുകൂടി MSc ഫിസിക്സ് പാസ്സായിരിക്കണം എന്നാണ്. അതുപോലെ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് MPhilലും അതുപോലെ റിസർച്ച് ഓർ അനലിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സ്കെയിൽ ഓഫ് പേ സെയിം തന്നെയാണ്. 51,400 മുതൽ 1,10,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയിലോട്ടാണ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. പ്രായപരിധി വരുന്നത് 20 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ള എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് MSc ഫിസിക്സിന് ഇക്വലൻ്റ് ആയിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. MSc ഫോട്ടോണിക്സ് ഉള്ളവർക്ക് MSc ഫിസിക്സിന് ഇക്വലൻ്റ് ആണ്. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ഫിസിക്സ് ചെയ്തവർ, ഇൻ്റഗ്രേറ്റഡ് PG ചെയ്തവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ BSMS ബാച്ചലർ ഓഫ് സയൻസ് ഓഫ് മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് പറയുന്ന ഫിസിക്സിലുള്ളവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്തൊരു പോസ്റ്റാണ് സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സ്.
കാറ്റഗറി നമ്പർ 635/2023 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ഇവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി. ഈ പറഞ്ഞ 2 സബ്ജക്റ്റിൽ ഏതെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കെല്ലാം തന്നെ 50% മാർക്കോട് കൂടി MSc ഫിസിക്സ് ഓർ MSc കെമിസ്ട്രി പാസ്സായ എല്ലാവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കെയിൽ ഓഫ് പേ എല്ലാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പം ഇത് നല്ലൊരു അവസരമാണ്. അതായത് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി PG കഴിഞ്ഞവർക്ക് കിട്ടാവുന്ന 2 അവസരങ്ങളുണ്ട്. ഒന്ന് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ്, പിന്നെ സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സ്. 2 സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി, പിന്നെ ഇതും സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സ്. അപ്പം ഒരാൾക്ക് തന്നെ 2 പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഈ അവസരം നിങ്ങൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല. ഓക്കെ, അടുത്താണ് സയൻറ്റിഫിക് ഓഫീസർ ബയോളജി. കാറ്റഗറി നമ്പർ 634/2023 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ PG ആണ് ക്വാളിഫിക്കേഷൻ. MSc സുവോളജി അല്ലെങ്കിൽ ബോട്ടണിയിൽ 50% മാർക്കോട് കൂടി PG ആണ് ക്വാളിഫിക്കേഷൻ. ഇവിടെയും പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് MPhil അല്ലെങ്കിൽ റിസർച്ച് ഓർ അനലിറ്റിക്കൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു മുൻഗണന ലഭിക്കുന്നതായിരിക്കും. സ്കെയിൽ ഓഫ് പേ എല്ലാം സെയിം തന്നെയാണ്. 51,400 മുതൽ 1,10,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ. ആൻറ്റിസിപ്പേറ്റ് വേക്കൻസിയിലോട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അതുപോലെ 20 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ള എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി സയൻറ്റിഫിക് ഓഫീസർ ബയോളജിയുടെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. MSc ബോട്ടണിക്ക് ഇക്വലന്റ് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. MSc ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ്, MSc Marine Biology, MSc Plant Science, MSc Plant Biology and Plant Biotechnology, MSc Animal Science, MSc Applied Plant Science, MSc Aquatic Biology and Fisheries, BSMS Bachelor of Science, Master of Science പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ MSc സുവോളജിക്ക് ഇക്വലൻ്റ് ആയിട്ട് പറയുന്നത് MSc ജനറൽ ആൻഡ് അപ്ലൈഡ് സുവോളജി, അതുപോലെ MSc അപ്ലൈഡ് സുവോളജി. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് വേണമെന്നുള്ളത് കമ്പൾസറി ആണ്. അടുത്ത PSC നോട്ടിഫിക്കേഷൻ അടിച്ചിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. വേരിയസ് ട്രേഡിലേക്കാണ് PSC നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 641/2023 മുതൽ 674/2023 വരെയുള്ള കാറ്റഗറീസ് ആയിട്ടാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രേഡിലേക്ക് വിളിച്ചിരിക്കുന്നത്. വേരിയസ് ട്രേഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ട്രേഡ് നോക്കാം. അത് നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. SSLC അതുപോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ്. അതായത് നിങ്ങൾക്ക് SSLCയും അപ്രോപ്രിയേറ്റ് ട്രേഡിൽ ITA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഡിപ്ലോമ ഇൻ ദ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച്. ഇനി പറയാൻ പോകുന്ന ട്രേഡിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ BTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഏതൊക്കെ ട്രേഡുകളിലേക്കാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്ക് PSC നോട്ടിഫിക്കേഷൻ അടിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ പെട്ടെന്ന് വായിച്ചു പോകാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് സ്പീഡിൽ ശ്രദ്ധിക്കുകയോ ചെയ്യുക. ആദ്യത്തത് ഹോർട്ടിക്കൾച്ചർ, രണ്ടാമത് ഡ്രസ് മേക്കിംഗ്, മെക്കാനിക്, അഗ്രികൾച്ചർ മെഷീനറി, ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ, ഫാഷൻ ഡിസൈൻ ടെക്നോളജി, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് ഓപ്പറേറ്റർ, ലബോറട്ടറി അസിസ്റ്റന്റ് കെമിക്കൽ പ്ലാന്റ്, അതുപോലെ ടെക്നീഷ്യൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ, ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്സ്മാൻ, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക്, ടെക്നീഷ്യൻ മെക്കട്രോണിക്സ്, ടൂൾ ആൻഡ് ഐ മേക്കർ, ഇലക്ട്രോണിക് മെക്കാനിക്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്, ടർണർ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, മെഷീനിസ്റ്റ്, ഷീറ്റ് മെറ്റൽ വർക്കർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ടെക്നീഷ്യൻ, പെയിൻറ്റർ, സ്റ്റെനോഗ്രാഫർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡ്രൈവർ കം മെക്കാനിക്, ഇലക്ട്രോപ്ലേറ്റർ, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസ്, കോസ്മെറ്റോളജി, ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഫുഡ് വർക്ക് ടെക്നീഷ്യൻ. ഈ പറയുന്ന ഇത്രയും ട്രേഡുകളിലേക്കാണ് PSC ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ട്രേഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ITA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ മികച്ചൊരു അവസരമാണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ഒരു അവസരം എന്ന് പറയുന്നത്. നമ്മൾ ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ഓരോ ട്രേഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 37,400 മുതൽ 79,000 വരെയുള്ളൊരു സ്കെയിൽ ഓഫ് പേ ആണ് ജൂനിയർ ഇൻസ്ട്രക്ടറിന് വരുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് 19 മുതൽ 44 വയസ്സ് വരെ പ്രായപരിധിയുള്ള എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ITA, ഡിപ്ലോമ അല്ലെങ്കിൽ BTech ആണ്. അപ്പോൾ ഓരോ ട്രേഡിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, അപ്പോൾ നമുക്കിപ്പോൾ മെക്കാനിക്കലിൻ്റെ ട്രേഡിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതുപോലെ ഇലക്ട്രിക്കലിൻ്റെ, ഇലക്ട്രോണിക്സിൻ്റെ, അങ്ങനെ ഈ പറയുന്ന ഓരോ സ്ട്രീമിൻ്റെയും പ്രധാനപ്പെട്ട ട്രേഡുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എത്രയും വേഗം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ ടൗൺ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് 2 ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ. കാറ്റഗറി നമ്പർ 682/2023 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ നോക്കാം. SSLC അതുപോലെ
ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കി PSC തന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം ഞാനിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 31,100 രൂപ മുതൽ 66,800 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയിലോട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2ൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ള എല്ലാവർക്കും തന്നെ ഈ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, PSC തന്നിരിക്കുന്ന ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പറയാം. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന മറ്റ് ക്വാളിഫിക്കേഷൻസ് ആണ് BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, MTech സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. അതുപോലെ NDC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഉള്ളവർക്ക് ഇക്വലൻ്റ് ആണ് ITA അല്ലെങ്കിൽ ITC സർവേയർ, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറയുന്ന ഈ കോഴ്സുകളെല്ലാം തന്നെ NDC ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിനും ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. കേരള വാട്ടർ അതോറിറ്റി സർവേയർ ഗ്രേഡ് 2 ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ. കാറ്റഗറി നമ്പർ 683/2023 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSLC, അതുപോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ സർവേയർ ആണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇക്വലൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. NDC സർവേയറിന് ഇക്വലൻ ആണ് ITA അല്ലെങ്കിൽ ITC സർവേയർ, അതുപോലെ NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ സർവേയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി PSC എന്നിരിക്കുന്ന ബാക്കി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 31,100 രൂപ മുതൽ 83,000 രൂപ വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതുപോലെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയിലോട്ടാണ് PSC പോസ്റ്റിലോട്ട് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ള ഈ ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻ ആണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൽ ഫിറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 688/2023 ആണ്. അതുപോലെ എൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഫിറ്റർ ആണ്. ITA ഫിറ്റർ ഉള്ള എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. 25,100 മുതൽ 57,900 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതുപോലെ 2 വേക്കൻസിയിലേക്കാണ് PSC നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഇനി പോകെ ഇതിൻ്റെ വേക്കൻസീസ് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ള എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി PSC എന്നിരിക്കുന്ന NDC ഫിറ്ററിന് ഇക്വലൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഏതൊക്കെ നോക്കാം. ITA ഓർ ITC ഫിറ്റർ, അതുപോലെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ, ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, NCVT സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ, BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BTech പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ BTech, ഡിപ്ലോമ, ITA ഉള്ളവർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ ഈ പറയുന്ന യോഗ്യത ഉള്ളവർക്കൊക്കെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്ക് സൂപ്രണ്ടൻ്റ് ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ. കാറ്റഗറി നമ്പർ 713/2023 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500 രൂപ മുതൽ 60,700 രൂപ വരെയാണ് ഈ പോസ്റ്റിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഈ പോസ്റ്റിൻ്റെ സെലക്ഷൻ ഡിസ്ട്രിക്ട് വൈസ് ആണ്. അപ്പം ഡിസ്ട്രിക്ട് വൈസിലുള്ള ഈ പോസ്റ്റിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. കൊല്ലം ജില്ലയിൽ ഒരു വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളായിട്ട് പ്രതീക്ഷിത ഒഴിവുകളാണ്. അപ്പം ആ ഒഴിവുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് പോകെ അറിയാൻ സാധിക്കും. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. SSLCയും അതുപോലെ ITA സർട്ടിഫിക്കറ്റ് ഡ്രാഫ്റ്റ്സ്മാൻ ഓർ സിവിൽ ഓർ മെക്കാനിക്കൽ ട്രേഡ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് റീസെറ്റിൽമെൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഇഷ്യൂ ചെയ്ത സർവേയർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ PSC എന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു മികച്ച അവസരം തന്നെയാണ് ഈ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഈ വർക്ക് സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കൊക്കെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്താണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്ലംബർ. കാറ്റഗറി നമ്പർ 715/2023 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. പ്ലംബറിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ITA അല്ലെങ്കിൽ NDC ഇൻ പ്ലംബർ ട്രേഡ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 25,100 രൂപ മുതൽ 57,900 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഈ പോസ്റ്റിൽ ഡിസ്ട്രിക്ട് വൈസ് സെലക്ഷനാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. കോട്ടയം 1 വേക്കൻസി, തൃശ്ശൂർ 4 വേക്കൻസി, കോഴിക്കോട് 2 വേക്കൻസി എന്നിങ്ങനെയാണ് നിലവിലുള്ള വേക്കൻസി. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 മുതൽ 36 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അപ്പം ITA അല്ലെങ്കിൽ NDC പ്ലംബർ ട്രേഡിലുള്ളവർക്കൊക്കെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക.
അടുത്താണ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. കാറ്റ നമ്പർ 686/2023 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ഈ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി പ്ലസ് DCA ആണ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ ഡിഗ്രി അതുപോലെ തന്നെ DCA ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. 26,500 മുതൽ 60,700 വരെയാണ് ഈ പോസ്റ്റിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതുപോലെ നിലവിൽ 2 വേക്കൻസിയാണ് നിലവിലുള്ളത്. അപ്പം വേക്കൻസി നോട്ടിഫിക്കേഷൻ ടൈമിലുള്ള വേക്കൻസിയാണ് ഈ 2. അപ്പോൾ ഈ വേക്കൻസിക്കും കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ള എല്ലാവർക്കും തന്നെ ഈ ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോസ്റ്റിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും കൂടെ ആ വീഡിയോ ചെയ്യുന്നതാണ്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രേഡുകൾ ഒരുപാട് ട്രേഡുകളിലേക്കാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ട്രേഡുകളെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് ANS അക്കാദമിയിൽ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ പോസ്റ്റിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സുകൾ എല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏവർക്കും വിജയാശംസകൾ.